ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. മല്ലി കൊണ്ടാണ് ചമ്മന്തിപ്പൊടി തയ്യാർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. നമുക്കാദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ ചിരവിയത് മിക്സിയിലിട്ട് ഒരേ ഒരു പ്രാവശ്യം ഒന്ന് അടിക്കുക. അതിനുശേഷം വറുത്താൽ നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നല്ല ചുവപ്പ് കളർ വരുമ്പോൾ നമുക്ക് തേങ്ങ മാറ്റി വയ്ക്കാം. മല്ലി ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഒരു 3 വലിയ സ്പൂണാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അത്രയും മല്ലിയും നമുക്ക് ആവശ്യമില്ല. ഒരു 3 സ്പൂൺ മതിയാവും. അരമുറി തേങ്ങയ്ക്ക് ഞാൻ 3 സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലി നമുക്ക് കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ. ചട്ടിയിൽ കിടന്ന് പൊട്ടുന്ന ടൈം ആകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, വറുത്തെടുക്കുമ്പോൾ നല്ല മണവും വരും. അപ്പോൾ നമുക്ക് മല്ലി വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4-5 വറ്റൽമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും ഒരു ഉരുളപ്പുളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ ചമ്മന്തിക്ക് നമുക്ക് പുളി കുറച്ച് കൂടുതൽ എടുക്കണം. അതുപോലെ മുളകും കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അധികമായിട്ട് കിട്ടുന്നത്. ഇനി വറുത്ത ഐറ്റംസൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ വറുത്ത തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വറുത്ത മല്ലിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുളി ഇത്രയും ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലോട്ടൊന്ന് മാറ്റിയിടാം. ഞാനിപ്പോൾ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കണം. തീരെ പൊടിഞ്ഞു പോവേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ്. മല്ലിയെല്ലാം ഇഷ്ടമില്ലാത്തവർ കൂടി ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് ചോറിനോടൊപ്പം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളതാണ്. കഞ്ഞീരെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.